പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ പരാതി നൽകിയ ബിന്ദു വിനയകുമാറിനെ ബി.ജെ.പി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, നേരത്തെ തന്നെ ഈ വോട്ടിന് പണം നൽകിയെന്ന ആരോപണത്തിൽ പെട്ടു നിൽക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രനും പാലക്കാട്ടെ ബി.ജെ.പിയും. കാര്യമായി ബി.ജെ.പി ശോഭയെ പ്രതിരോധിക്കാൻ രംഗത്തേക്ക് വന്നുമില്ല സംസ്ഥാന നേതൃത്വം. പക്ഷേ ഇപ്പോൾ ശോഭയെ കൂടുതൽ കുരുക്കിലാക്കുന്ന ഒരു ഓഡിയോ സന്ദേശവും വെളിപ്പെടുത്തലും ഒക്കെ ഇത് വന്നു. പരാതിയിലേക്ക് പോയി ബിന്ദുവിനെതിരെ നടപടി. ഓക്കെ, ശോഭ ചേച്ചി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ പാലക്കാട് ബി.ജെ.പി സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ശോഭ ചേച്ചി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് അറിയാലോ, ഒരു പയ്യൻ വീഡിയോ എടുത്തത് ഭയങ്കര വിവാദമായതാണ് ഇലക്ഷന് മുമ്പത്തെ ദിവസം മൊത്തം. ആ സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും വിളിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും അത് കേട്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ഇത് അറിഞ്ഞിട്ടും പോയി വോട്ട് കുത്തി കുറേ മണ്ടന്മാരുണ്ടെങ്കിൽ നമുക്ക് പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയാം എന്താ സത്യാവസ്ഥയെന്ന്. ഇപ്പം ഇവരുടെ സ്വഭാവം മനസ്സിലായി കാണുമല്ലോ. ഇപ്പം ആ സ്ത്രീയാണ് പാലക്കാട് പൈസ കൊടുക്കാൻ ആളെ പറഞ്ഞു വിട്ടുന്നവരെ പറയുന്നു. ശോഭാ സുരേന്ദ്രനെ വെറുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കുക, കമൻറ്റും കൊടുക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക, പരമാവധി ഷെയർ ചെയ്തേക്കുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തേക്കുക. കാരണം ഇതുപോലൊരു കള്ളം കാണിക്കുന്ന ഒരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അന്നത്തെ ആ കൊച്ചൻ ആ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ വൈകിട്ട് പറഞ്ഞാണ് അവൻ്റെ അമ്മയുടെ പ്രായമുള്ള എന്നെ അവൻ മോശമായിട്ടുള്ള ആംഗ്യം കാണിച്ചു. അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ശോഭ അന്ന് കാറ ഇറങ്ങി വന്ന സമയത്ത് അവനോട് മൂത്ത് നോക്കി ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താ, നീ എന്തുകൊണ്ടാ എന്നെ കാണിച്ചെന്ന് പറഞ്ഞാൽ അവനെ ചെപ്പക്കുറ്റി കടിക്കായിരുന്നു ശോഭയ്ക്ക്. ഇത്രയും തൻ്റെടിയായിട്ടുള്ള ശോഭ എന്തുകൊണ്ട് അത് ചെയ്തില്ല? എല്ലാവരും പറയാം ഇലക്ഷൻ അല്ലേ, അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന്. ഇവരെ പോലൊരു കള്ളിയായിട്ടുള്ള ഒരു സ്ത്രീ, എല്ലാവരും പറയുന്നത് സ്ട്രോങ് ലേഡിയാണ്. എൻ്റെ അടുത്തുള്ളവന്മാരും പറയുന്നത് അവർ സ്ട്രോങ് ആണ്. ചേട്ടാ അവർ സ്ട്രോങ് ആണ്. ഇതാണോ സ്ട്രോങ്? വളച്ചൊടിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്തുണ്ടെങ്കിലും വളച്ചൊടിക്കുന്ന ഒരു സ്ത്രീ, ഞാൻ അങ്ങനെ പറയും. എന്തുണ്ടെങ്കിലും വളച്ചൊടിക്കുക എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ലത്. നാളെയൊക്കെ ഒരു MLA ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ അവിടുത്തെ ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ വീഡിയോ വെക്കാം. അല്പസമയം മുമ്പാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനപ്രകാരം ബിന്ദു വിനയകുമാറിനെ തുടർച്ചയായിട്ടുള്ള അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി സസ്പെൻഡ് ചെയ്തതായി ജനറൽ സെക്രട്ടറി സുരേഷ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. ആ തീരുമാനം ബി.ജെ.പി കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ ഫോണിലൂടെ ബിന്ദു വിനയകുമാറിനെ വിളിച്ച് അസഭ്യം പറയുന്നതടക്കമുള്ള ഓഡിയോ സംഭാഷണം അടക്കമാണ് ആ വാർത്ത പുറത്ത് വന്നത്. അടിച്ച് പണിക്കുറ്റം തീർക്കും എന്നാണ് ഭീഷണിപ്പെടുത്തിയത്. ആ പരാതിയുടെ അല്ലെങ്കിൽ ആ ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദു വിനയകുമാർ പോലീസിന് പരാതി നൽകുകയും ചെയ്തത്. പാലക്കാട് പണം നൽകിയത് വിവാദത്തിന് പിന്നിൽ ബിന്ദു വിനയകുമാർ എന്ന് ആരോപിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇവരെ വിളിക്കുന്നതും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ ബി.ജെ.പിയുടെ അച്ചടക്ക നടപടിക്ക് എതിരാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചട്ടലംഘനങ്ങൾ ആണ് എന്നുള്ള ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും പറയും കോൺഗ്രസ് ഭയങ്കര തമ്മിലടിയാന്ന്. സത്യത്തിൽ ഇവിടെ ബി.ജെ.പിക്കും അത് തന്നെയല്ലേ പരിപാടി. എല്ലാ പാർട്ടിയിലും തമ്മിലടിയും കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞു നടക്കുന്ന കൂടുതൽ ആൾക്കാർ ഈ ബി.ജെ.പിക്കാരാണ്. ഉള്ള കാര്യം പറയാലോ, ആ ട്രിവാൻഡ്രത്ത് പുതിയൊരു മേയർ വന്നു. എന്തോ സപ്പോർട്ടാണെന്ന് അറിയാൻ ആ ഒരു മനുഷ്യനെ കുറിച്ചൊരു 12-13 വീഡിയോകളെ ഞാൻ ഇട്ടു. നല്ലത് കണ്ടാൽ നല്ലതെന്ന് നമ്മൾ പറയും. അതിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും ശരി, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. പക്ഷേ ഈ ശോഭ പോലെയുള്ളവരൊക്കെ, ഞാനും സ്ട്രോങ് ആയിട്ട് വിചാരിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ അവരിങ്ങനെ നിലപാടില്ലാത്ത രീതിയിലും അവരുടെ വിജയത്തിന് വേണ്ടി ആരെയും കരുക്കൽ ആക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഓർക്കുമ്പോഴേ നമുക്കൊരു ഇത് വരും. നമ്മൾ കണ്ട ഒരാൾ ഇങ്ങനെയാണോ എന്നുള്ളൊരു ഇത്. അവർ ആലപ്പുഴ മത്സരിച്ചാണ് പാർലമെന്റ് ഇലക്ഷൻ. ആലപ്പുഴ വിളിച്ച് ഞങ്ങളുടെ നാട് മുതുകുളമാണ്. ആ മുതുകുളത്ത് നിന്ന് കൂടുതലും ബി.ജെ.പി വോട്ട് പിടിച്ചെടുത്തു. മുതുകുളത്തു നിന്ന് കൂടുതൽ വോട്ടാ ബി.ജെ.പിയുടെ ശോഭയെ പിടിച്ചെടുത്തപ്പോൾ എല്ലാവരും ഷോക്കായിപ്പോയി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പാലക്കാട് വിഷയത്തിൽ പണത്തിന്റെ കാര്യങ്ങളും പറഞ്ഞ് ഭയങ്കര വിഷയം. ഇപ്പം ഇനി കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഇവിടെ പൈസ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ഇനി ആർക്കറിയാം? ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ഒരു MLA സ്ഥാനം കിട്ടാൻ യോഗ്യതയുള്ളൊരു വ്യക്തിയൊക്കെ തരാം. പക്ഷെ ആ ഒരു സംസാര രീതി ഏത് രീതിയിലാണെങ്കിലും വളച്ചൊടിച്ച് അവനെ വീഴ്ത്തിയിട്ട് എനിക്ക് മുന്നിലെത്തണം, അല്ലെങ്കിൽ അത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. എന്തിനാ അങ്ങനെ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വിവാദമായ പാലക്കാട് പണം നൽകിയ ഒരു സാഹചര്യം, അതിന് അപ്പുറമാണ് ബിന്ദു വിനയകുമാറിനെ ശോഭാ സുരേന്ദ്രൻ വിളിച്ച് ഫോണിൽ കൂടെ പോലും ഭീഷണിപ്പെടുത്തി. ഫോൺ വിളിച്ച എല്ലാവരും കേട്ട് കാണുമെന്ന് തോന്നുന്നുണ്ട്. നിക്ക്, ആ ഫോൺ സംഭാഷണം വെക്കുന്നതിന് മുമ്പ് ബിന്ദു പറയാനുള്ളതൊക്കെ ഒന്ന് പറയട്ടെ. ബിന്ദു ചേച്ചി. പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ എന്നെ ഫോണിൽ വിളിച്ച് പാലക്കാട് പണം കൊണ്ടു കൊടുത്തതിന് പിന്നിൽ ഞാനാണെന്നും ആലപ്പുഴ രജിസ്ട്രേഷൻ. ഇതാണ് നിലപാടില്ലായ്മ എന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വരെ ആ പയ്യനെതിരെ സംസാരിച്ച ഒരു വ്യക്തി ഇപ്പൊ കണ്ടില്ലേ,
ഈ സ്ത്രീയുടെ ഒരു വിഷയം വന്നപ്പോൾ അവരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർ വളച്ചൊടിക്കുന്നത് എത്രമാത്രമാണെന്നുള്ള രീതിയിലാണ്. അത് അത്ര നല്ല കാര്യമല്ല, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. തെറ്റായിട്ടുള്ള കാര്യം. ഇവരെന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇപ്പോഴും ഇവരെ താങ്ങി പിടിച്ച് കുറേ ആൾക്കാരും പിള്ളേർ സെറ്റ് ഉൾപ്പെടെ ഉണ്ട്. ശോഭിച്ച് ചിലപ്പോൾ അവരുടെ പ്രവർത്തനം അവർ സ്ട്രോങ് ആവുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ കുറച്ച് വിഷയങ്ങളുണ്ട്. കാറാണ് അവിടെ ചെന്നതെന്നും എനിക്കതിൽ പങ്കുണ്ടെന്നും പറഞ്ഞ് എന്നെ അടിച്ച് കരണം പൊട്ടിക്കുമെന്നും നിന്റെ പണിക്കുറവ് ഞാൻ തീർത്തു തരുമെന്നും നിന്നെയും നിന്റെ ഭർത്താവിനെയും വെച്ചോണ്ടിരിക്കത്തില്ലെന്നും നിനക്കൊരു ഭർത്താവ് ഉണ്ടോടി തുടങ്ങിയ ഇടി പൊടി നിന്നെ ഞാൻ കാണിച്ചു തരാൻ തുടങ്ങി ഭയങ്കര ഭീഷണി ഉയർത്തുകയും ഒക്കെ ചെയ്ത് സംസാരിക്കുകയുണ്ടായി. ശരിക്കും ശോഭാ സുരേന്ദ്രന്റെ യഥാർത്ഥ സ്വഭാവമാണ് അവർ വെച്ചത്. ഒരു ഭാരതീയ ജനതാ പാർട്ടിയെ പോലുള്ള ഒരു വലിയ പാർട്ടിയിൽ ഇപ്രകാരം ഒരു പെൺ ഗുണ്ടയായി പ്രവർത്തിച്ച് അവരുടെ വശം നിൽക്കുന്ന കുറച്ചു പേരുടെ, അതായത് പൂന്തുറ ശ്രീകുമാർ എന്ന സംസ്ഥാന സെക്രട്ടറി, ആലപ്പുഴ ജില്ലയുടെ പ്രഭാരിയും അമ്പലപ്പുഴ സ്ഥാനാർത്ഥിയായിരുന്ന അരുൺ അനിരുദ്ധനും ഇവരെല്ലാം ഒരു ഗാങ് ആയിരുന്നുകൊണ്ട് ആലപ്പുഴയിൽ കുറച്ചു നാളായി നന്നായി പ്രവർത്തിക്കുന്ന ആളുകളെ എല്ലാം ഒതുക്കി അവരെ എല്ലാം ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ധിക്കാരവും തന്റെ ഇടവും. ഒന്നാമത്തെ കാര്യം, ഈ പ്രായം ചെന്ന സ്ത്രീയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്കായിരിക്കും സ്ഥാനത്തിന് കൂടുതൽ വരുത്. പാർട്ടി നിൽക്കുന്നവർ കൂടുതലും ഈ പ്രായം ചെന്ന സ്ത്രീകൾക്ക്. കാരണം നമുക്കറിയാവുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ആൻറ്റി ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരിയാണ്. ശോഭയെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് പാർട്ടി മാറണം, അവരുടെ അച്ഛനാണ് ഇവിടെ കോൺഗ്രസിനെ കൊണ്ടുവന്നതെന്നൊക്കെ വലിയ ഡയലോഗൊക്കെ അടിക്കുമായിരുന്നു. അവര് അതും BJPയുടെ 100 കുറ്റങ്ങൾ. അതിന് ഒരു മാസം മുമ്പ് എന്നെ കണ്ട് BJPയുടെ കുറ്റം പറഞ്ഞ ആ വ്യക്തി ശോഭാ സുരേന്ദ്രൻ ഇലക്ഷൻ എന്ന സമയത്ത്, അസംബ്ലി ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ്റെ കാര്യം പറയുന്നത്, ഞാൻ നോക്കുമ്പോൾ കിടക്കുന്നു BJPയുടെ. എന്നിട്ട് BJPയുടെ കുറെ ഇതങ്ങ് പറയുന്നു. ഞാൻ ആലോചിച്ച് പണ്ടെന്നെ കുറ്റം പറഞ്ഞാൽ എന്തുവാ, കോൺഗ്രസ് സ്ഥാനം കൊടുത്തില്ല പുള്ളിക്ക്, അതുകൊണ്ട് ഞാൻ BJP പോവാന്ന്. അവർ അച്ഛൻ ഇവിടുത്തെ പ്രമാണിയാണ്, കോൺഗ്രസിന് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്, പുള്ളിയാണ് ഇവിടെ കോൺഗ്രസിനെ കൊണ്ടുവന്ന് ഇവിടെ രാഷ്ട്രീയം പഠിപ്പിച്ചെന്ന് പറഞ്ഞ ആ വ്യക്തിയാണ് പോയത്. എല്ലാവർക്കും സ്ഥാനം മതി, സ്ഥാനം എവിടെ കിട്ടുന്നുണ്ടോ അവിടെ പാർട്ടി മാറുക. അയ്യോ, ഇപ്പം ബിന്ദുവിന്റെ സംസാരം കേട്ടിട്ട് ബിന്ദു ഒട്ടും മോശമല്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാലോ, അവർക്കും ഇച്ചിരി അധികാര കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി ആഗ്രഹമൊക്കെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സംസാരവും ഒക്കെ നിങ്ങൾ എല്ലാവരും ചാനലുകളിൽ കൂടി കണ്ടതാണ്. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഓക്കെ, എന്തായാലും അവർക്ക് ബന്ധമില്ലെങ്കിൽ ബന്ധമില്ല, പൈസയും കാര്യങ്ങളും അല്ലേ ഇവര് കൊടുത്തു എന്നുള്ള രീതിയിലാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ശോഭ ചേച്ചി ആള് കൊള്ളാലോ. ഓക്കെ, എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ഏത് പണം കൊടുക്കാനുള്ള എന്റെ ഇത് കേൾക്കുമ്പോഴറിയാം ശോഭാ സുരേന്ദ്രന്റെ നിലപാടും സ്വഭാവവും എങ്ങനെയൊക്കെയാ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന. ഈ ഒരു വീഡിയോ, ഈ ഒരു വോയിസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മരി തിന്നുന്നവന് മനസ്സിലാവാൻ പറ്റും. കഷ്ടം. ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭയെ. ഈ ശോഭ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാണ്. അതെ, ഞാൻ BJPയുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഈ പൂന്തുറ ശ്രീകുമാറുമായിട്ട് അവിടെ ആലപ്പുഴയില് അല്ല തിരുവനന്തപുരത്ത് സത്യാഗ്രഹം. അടിപൊളി, തെറിവിളി. ആ സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ? അല്ലെങ്കിൽ വിളിച്ചിട്ട് കാര്യം സംസാരിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കണം. അതാണ് ഒരു നേതാവിന് വേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആക്കി കഴിയുമ്പോൾ അവർ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റ് എനിക്ക് തെറ്റുപറ്റിയെന്നും പറഞ്ഞിട്ടുള്ള രീതി തിരിച്ചടിപ്പിക്കണം. അതാണ് ഒരു രാഷ്ട്രീയക്കാർക്ക് വേണ്ടത്. ക്ഷമ വേണം. ക്ഷമയില്ലാത്ത ഒരാൾക്ക് പറ്റിയ പരിപാടിയല്ല ഈ സ്ഥാനവും MLAയും അതും ഇതും മറ്റേത് മറിച്ചതൊക്കെ. അതും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും ശോഭ മേഡം. ഓക്കെ, എന്തായാലും ജനങ്ങൾ പറയട്ടെ. ഞാൻ കൂടുതൽ ആ വോയിസോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. അവർ എക്സ്പോസ് ആയി, ജനങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ വേണം. നിങ്ങളാണ്. ഞാനൊരു കാര്യം പറയണേ, 5 വർഷത്തില്ല ഒരു 1-2 ആഴ്ചയായിരിക്കും നമുക്കൊരു അവസരം കിട്ടുന്നത്. ഈ വെറ്റകളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങും. ഇലക്ഷൻ സമയം അവിടെ നിങ്ങളുടെ പവറാണ് നിങ്ങൾ കാണിക്കേണ്ടത്. ഇവിടെ ആരും കാണിക്കത്തൊന്നുമില്ല. അത് പറഞ്ഞാൽ മനസ്സിലായോ? വോട്ട് ചെയ്യാൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷേ ഇവറ്റകളൊക്കെ നോട്ട് വിടും. ചില ടീംസൊക്കെ നോട്ട് വിടുകയൊക്കെ ചെയ്യും.
ഈ സമയങ്ങളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സംസാരിക്കണം, നേടിയെടുപ്പിക്കണം. അത് എന്നിട്ട് ഇത് നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത വട്ടം അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ വ്യക്തികളെ അടുപ്പിക്കരുത്. എന്തിനാ ഇങ്ങനെയുള്ളവരെ അടുപ്പിച്ചിട്ട് ആരെ ബോധ്യപ്പെടുത്താനാണ്? ഓക്കെ, അപ്പം ബൈ ഗൈസ്, അപ്പോൾ ലവ് യു ഓൾ, ബൈ ബൈ.